28,000 കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ബൃഹത് പദ്ധതി, അതായത് 1,40,000 കോടിയുടെ വിദേശ നാണ്യം കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതകരമായ പദ്ധതി. ഈ പദ്ധതി കൊണ്ടുവന്ന ശ്രീ നിഷാദ് അബൂബക്കർ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂ ചെയ്ത ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അവാർഡ് വന്ന് ചേർന്നിരിക്കുന്നത്. ഇൻഡസ് 25 എന്ന് പറയുന്ന എറണാകുളത്ത് നടന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്നത് MA യൂസഫലി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്. അതോടൊപ്പം കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാനാണ്. ആ വീഡിയോ തന്നെ നമ്മൾ ആദ്യം തുടക്കത്തിൽ കാണാം. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഗസ്റ്റായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കാം. താങ്കളെ കുറിച്ചുള്ളൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് അങ്ങേ ക്ഷണിച്ചത്. എന്തായാലും അങ്ങ് ഭയങ്കരമായ റേഞ്ചിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നതിൽ പ്രത്യേകം തുടക്കത്തിലേ നന്ദി പറയുകയാണ്. അപ്പോൾ ഈ വന്ന വീഡിയോ എന്താണ് ആക്ച്വലി? ഓക്കെ, കേരളത്തിൽ ഒരുപാട് പദ്ധതികളൊന്നും ഇവിടെ ആരും തുടങ്ങാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് തുടങ്ങിയാലും അല്ലേ, ഇവിടെ പലതരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ ആദ്യമേ കേട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബുഫറ്റ്. ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പന്നരെന്നും സമ്പന്നരായിക്കൊണ്ടിരിക്കും, പാവപ്പെട്ടവരെന്നും പാവപ്പെട്ടവർ. കാരണം പാവപ്പെട്ടവർ എന്ത് കേട്ടാലും തട്ടിപ്പാണെന്ന് പറയും. ആ ഒരു കേരളത്തിലാണ് ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വലിയൊരു ബൃഹത്തായ പദ്ധതി തന്നെയാണ്. ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഒരുപാട് സംശയങ്ങളും ഇതെവിടം വരെ പോകും എന്നൊക്കെ ഒരു അല്ലേ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആശങ്ക ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ ഈ ഒരു സാൻഡൽവുഡിൻ്റെ കൾട്ടിവേഷനും അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അതായത് രണ്ട് ആശയങ്ങൾ നടപ്പിലാക്കുന്നത്. ഒന്ന്, പ്രകൃതിയെ സംരക്ഷിക്കുക, കൃഷിക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക, അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. പ്രത്യേകിച്ച് വയനാട് നമുക്കറിയാം, ചൂരൽമല പോലുള്ള ഒരു വലിയ അല്ലെ അവിടെ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് സ്തംഭിച്ചു നിൽക്കുന്ന വയനാടിനെ ഒരു കൈത്താങ് എന്ന രീതിയിലാണ് ഇത് തുടങ്ങി വെച്ചത്. പക്ഷേ ഇത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്കറിയാം കേന്ദ്രത്തിൽ നിന്ന് പല ആളുകളും ഇപ്പോൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ കിട്ടിയപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷണം വന്നു. ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് ഒരു ക്ലീൻ ചിറ്റ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ഞങ്ങളുടെ പ്രൊജക്റ്റ് ഇവിടെ ഒരുപാട് വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് നേടിത്തരാൻ പോകുന്ന പ്രൊജക്റ്റാണെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ടു. ഞങ്ങളെക്കുറിച്ചിട്ടൊരു വലിയൊരു അന്വേഷണമൊക്കെ നടന്നു. ആ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ചിരാഗ് പാസ്വാൻജി അവരുടെ കയ്യിൽ നിന്നും, അതിനേക്കാളും വലിയ ഹൈലൈറ്റ് കേരളത്തിൻ്റെ അഭിമാനം യൂസഫലിക്കയുടെ ആ ഒരു പ്രസൻസിൽ ഈ ഒരു അവാർഡ് വാങ്ങാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ഇത് ഞങ്ങളുടെ പ്രൊജക്റ്റിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവാർഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സാറിന്ന് വിളിച്ചപ്പോൾ വേഗം സാറിൻ്റെ മുന്നിലേക്ക് വന്ന് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ അവാർഡിൻ്റെ രംഗങ്ങളാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അതിൽ താങ്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് താങ്കൾ ഈ പദ്ധതിയുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത് താങ്കൾ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പദ്ധതിയെപ്പറ്റി പഠിക്കുകയും താങ്കൾ പുൽപ്പള്ളി സ്ഥലം വാങ്ങി ഇങ്ങനെ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി പ്ലാന്റേഷനൊക്കെ തുടങ്ങിയിരുന്നു എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും. ഇത് ഞങ്ങൾ ഓൾറെഡി 25 വർഷമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട്, അപ്പോൾ അതിൽ ഓൾറെഡി ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു 14 റെസ്റ്റോറൻറ്റ്, കാറ്ററിങ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതിനുശേഷം ജസ്റ്റ് പെയ്ഡ് ഒരു e-commerce കമ്പനി തുടങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങളെ ആദ്യം കൊറോണ വന്നപ്പോഴാണ് ഞങ്ങളെ കാറ്ററിങ്ങും റെസ്റ്റോറൻറ്റൊക്കെ സ്റ്റക്കായപ്പോഴാണ് ഞങ്ങൾ 500ഓളം വരുന്ന സ്റ്റാഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പെയ്ഡ് e-commerce തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് പച്ചക്കറികളും മറ്റും തന്നിരുന്ന ഒരുപാട് കർഷകരുണ്ട്. ഇവർ ഓൾറെഡി വല്ലാത്തൊരു വിഷമാവസ്ഥയിൽ നിൽക്കുന്നുള്ള ഒരു അറിവ് ഞങ്ങൾക്കുണ്ടായി. അപ്പോഴാണ് ഞങ്ങൾ ചിന്തിച്ചത് എങ്ങനെ ഇവരെയും കൂടെ സംരക്ഷിക്കാം. ആ ഒരു കാഴ്ചപ്പാടിൽ വയനാടിനെ കുറിച്ച് പഠിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഒരുപാട് കർഷകർ അവരുടെ ഭൂമി
കൃഷി നടക്കുന്നില്ല. കൃഷിയിൽ നിന്ന് കുരുമുളകും കാപ്പിയും എല്ലാം ഡൗണിലേക്ക് പോകണം. ഇവർ കൃഷി ഇറക്കിയാൽ തന്നെ കയ്യിൽ നിന്ന് പൈസ പോകും. അങ്ങനെ ഭൂരിഭാഗം പേരുടെ ആധാരം ബാങ്കിലാണ്. ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴാണ് ഞങ്ങൾ വയനാട്ടിൽ പോകുന്നതും ഭൂമി വാങ്ങുന്നതും. അവിടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതായത് ഇന്ത്യയിൽ ഒരു വർഷം 2000 ടൺ ആവശ്യമുള്ള ചന്ദനം ആകെ 100 ടൺ പോലും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഈ ഒരു കാര്യം മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ വയനാട്ടിൽ ഈ പറഞ്ഞ കർഷകരുടെ കയ്യിൽ നിന്ന് അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ വില കൊടുത്തിട്ടാണ് ഞങ്ങൾ ഭൂമി വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെ ഡെവലപ്പ് ചെയ്തിട്ട് 15 വർഷത്തേക്ക് ഇവരുടെ ഭൂമി ഈ കൃഷി ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന ഉറപ്പിന്മേലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങി വെച്ചത്. പക്ഷേ തുടങ്ങി വെച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അടുത്ത പ്രശ്നം, ദുരന്തം വരുന്നത്. വീണ്ടും ഞങ്ങളുടെ സ്വപ്നങ്ങൾക്ക് തിരശ്ശീല വീണോ എന്ന് ഞങ്ങളൊന്ന് സംശയിച്ചെങ്കിലും വീണ്ടും ഞങ്ങൾ ചിന്തിച്ചത് എങ്ങനെ ഇതിലൊരു അവസരം കാണാം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയെ എങ്ങനെ മറികടക്കാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ 5 സെന്റ് ഭൂമിയിൽ 20 ചന്ദന മരങ്ങളുടെ നടുവിൽ, അല്ലെങ്കിൽ 5 സെന്റ് ഭൂമിയിൽ 16 ചന്ദന മരങ്ങളും അതിന് നടുവിൽ ഒരു ടൂറിസ്റ്റ് കോട്ടേജും എന്നൊരാശയം കൂടെ ഞങ്ങൾ കൊണ്ടുവരാണ്. ഇതാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അവരെ ശ്രദ്ധയപ്പെട്ടതും അത് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് മനസ്സിലായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ കേന്ദ്രത്തിൽ 2800 കോടി രൂപ ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇതാരും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും തരാൻ വേണ്ടി കേന്ദ്രം തയ്യാറാണ്. അതിനെക്കുറിച്ച് പഠിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ അവാർഡിൽ മിനിസ്റ്റർ നല്ല രീതിയിൽ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 17-ാം തീയതി ഡൽഹിയിലേക്ക് പോവുകയാണ് കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടിയിട്ട്. അത് ഇന്നോവേറ്റീവ് ബിസിനസ് എക്സലൻസി അവാർഡാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നമ്മൾ സ്വപ്ന തുല്യമായ ഒരു ബിസിനസ്സാണ് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രകൃതിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള, അതായത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ചന്ദനമര കൃഷിയാണ് താങ്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 സെന്റിൽ നിന്ന് ഒരാൾക്ക് എത്രമാത്രം വരുമാനം കിട്ടും ആക്ച്വലി താങ്കളുടെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കണക്ക് പ്രകാരം? ഓക്കെ, ഇതിൽ പറയണത് ഈ 5 സെന്റിൽ 20 ചന്ദനത്തൈകൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ ജൈവ കൃഷി രീതിയിലൂടെ പരിപാലിച്ചാൽ, 2 തരത്തിലുണ്ട്. ജൈവ കൃഷിയിലൂടെ പരിപാലിച്ചാൽ, ഇപ്പൊ നമ്മുടെ മറയൂരുണ്ട്, ഇതൊക്കെ എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവണത്. അത് 25-30 കൊല്ലം പിടിക്കും. അതേസമയം ജൈവ കൃഷിയിലൂടെ പരിപാലിച്ചാൽ 10 മുതൽ 15 കൊല്ലം കൊണ്ട് ഇതിൽ നിന്ന് വിളവെടുപ്പുണ്ട്. അപ്പൊ ഏകദേശം ഒരു മരത്തിന് ഇപ്പൊ കിട്ടുന്നൊരു പ്രൈസ് എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയാണ്. അതായത് 10 to 15 ഇയർ കൊണ്ട് നമുക്കൊരു 8 ലക്ഷം രൂപ വെച്ച് 20 മരത്തിന് 1,60 ലക്ഷം രൂപ ഇപ്പോഴത്തെ കണക്കിൽ ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പോഴത്തെ അതായത് നമ്മൾ സ്വർണത്തിന്റെ വില കുതിച്ചു കയറുന്ന മാതിരിയാണ് ചന്ദനത്തിന്റെ വില കുതിച്ചു കയറുന്നത്. അതെ അതെ, തീർച്ചയായും. 1 കിലോ ചന്ദനത്തിന് 20,000 റുപ്യാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 20,000. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ 15 വർഷം കഴിയുമ്പോൾ ഇതിന്റെ വില എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ചില റിപ്പോർട്ടുകൾ പറയണത് 25 ലക്ഷം രൂപ വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതായത് കിലോയ്ക്ക് അല്ല, ഒരു മരത്തിന്. അപ്പൊ 20 മരത്തിന് നിയറസ്റ്റ് 5 കോടി രൂപ വരും. അതായത് ഒരാള് ഒരു കുട്ടി ജനിക്കുമ്പോൾ അവന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആള് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് 5 സെന്റ് സ്ഥലത്തിനും ഈ 20 ഈ ചന്ദനമരത്തിനും കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇതിന്റെ ആക്ച്വൽ ഞങ്ങൾ പ്രൈസ് 25 ലക്ഷം രൂപ കിട്ടിയാലാണ് ഞങ്ങൾക്ക് അതിൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്, അറിയാലോ, പെട്ടെന്ന് തന്നെ വില കൂട്ടി വിൽക്കാൻ പറ്റൂല. ഇപ്പൊ ഞങ്ങളത് വിൽക്കുന്നത് 12 മുതൽ 15 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാജുവലി 25 എത്തും. അത് കോട്ടേജ് ഇല്ലാതെയാണ്. കോട്ടേജ് ഇല്ലാതെ. ഈ കോട്ടേജും കൂടെ വരികയാണെങ്കിൽ എത്രയാണ് വരുന്നത്? കോട്ടേജ് വരുമ്പോൾ കോട്ടേജിന്റെ പ്രൈസ് 75 ലക്ഷം രൂപയാണ്. ഇപ്പൊ ഞങ്ങൾ 60 lakh rupees-ആണ് കോട്ടേജ് സെൽ ഔട്ട്. ഈ കോട്ടേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പൊ സാറ് ചോദിച്ചല്ലോ, ഒരു 60 വയസ്സൊരാളെന്ന് ചോദിക്കാം, പെട്ടെന്ന് ആളെ ചിന്തിക്കാം. ഇപ്പൊ സാറാണെങ്കിൽ വിചാരിക്കും സാറിന് 60 വയസ്സായിട്ടില്ല അതെനിക്കറിയാം, എങ്കിലും ഞാൻ പറയുമ്പോൾ 10-15 കൊല്ലം ഞാൻ ഉണ്ടാവുമോ എന്ന് ചിലപ്പോൾ ചില സംശയമൊക്കെ ഉണ്ടാവും അല്ലേ. അവിടെ ഞങ്ങൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംശയമൊന്നും വേണ്ട. പുതിയ കണക്ക് വന്നിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ 95-100 വയസ്സ് വരെ ഉയർന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. മാറി അല്ലെ, സയൻസിന്റെ പുരോഗതി ഉണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് മരിക്കൂ എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട.
തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് മരിക്കില്ല. ഓക്കെ, ഒന്നും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കോട്ടേജ് വാങ്ങുമ്പോൾ മറ്റേത് ലോങ് ടൈമിൽ റിട്ടേൺ കിട്ടുള്ളൂ. 5 സെന്റ് ഭൂമി വാങ്ങിയിട്ട് 10 മുതൽ 15 കാത്തിരിക്കണം. അതേസമയം കോട്ടേജ് ആണെങ്കിലോ ഇതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു കോട്ടേജ് റെന്റ് ഔട്ട് ചെയ്യണത് പെർ ഡേ 20,000 രൂപയ്ക്ക്. ഓക്കെ, വിദേശികളെയാണ് നമ്മൾ ആകർഷിക്കുന്നത്, വിദേശികളാണ് ഇതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യണത്. അപ്പോൾ ഇവർ വരുമ്പോൾ ഒരു മാസം 30 × 20,000 രൂപ എന്ന് പറഞ്ഞാൽ 6 ലക്ഷം രൂപ പെർ മന്ത് വാടക എടുത്ത് കിട്ടും. അപ്പം ഞങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ വയനാട്ടിൽ ഇത്തരത്തിൽ ചെറിയ കോട്ടേജുകളുണ്ട്, അവർ 25,000 വാങ്ങുന്നുണ്ട്, 3 മാസത്തെ ബുക്കിംഗ് ആണ്. അപ്പം ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഈ കോട്ടേജ് പിന്നെ ഒരുപാട് അമ്യൂണിറ്റീസ് ഉണ്ട് ഇതിൽ, ഒരുപാട്. ഇതെല്ലാം കൂടെ വെച്ച് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പം എന്താ ഗുണമെന്ന് വെച്ചാൽ 5 ദിവസം പോയാൽ പോലും 1 ലക്ഷം രൂപ ഗ്യാരണ്ടി. 5 × 20,000 1 ലക്ഷം രൂപ. അപ്പം ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് 60 ലക്ഷം രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്. അപ്പം 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം രൂപ വരെ മന്ത്ലി മിനിമം പ്രതീക്ഷിക്കാൻ പറ്റും. മിനിമം എത്ര കിട്ടിയാലും അവർക്ക് ഉള്ളേണ്ട. അതിൽ നിന്ന് നോക്കി നടത്തുന്ന ചെറിയ സർവീസ് ചാർജ് ഞങ്ങൾ എടുത്തിട്ടേ ബാക്കി കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ കസ്റ്റമർ ഇതിന് പിന്നാലെ നിൽക്കണ്ട. അവർക്ക് എന്ന് നോക്കി CCTV ക്യാമറയിൽ ഇന്ന് എൻ്റെ കോട്ടേജിൽ ആളുണ്ടോ ഇത് നോക്കിയാൽ മതി. പ്ലസ് ഈ 1 ലക്ഷം രൂപ വെച്ച് കിട്ടിയാൽ തന്നെ 15 കൊല്ലം കൊണ്ട് ഇവർക്ക് കിട്ടുന്ന റവന്യൂ 1,80,00,000 രൂപ. ഏതിന്ന് കോട്ടേജിന് റെന്റ് മാത്രം 1 ലക്ഷം വെച്ച് കൂട്ടിയാൽ 5 ദിവസം പോയാൽ ഇത് 30 ദിവസമാണെങ്കിലോ എത്ര മടങ്ങി? ഇതിൽ 6 ടൈംസ് കൂടും. അതായത് 20,000 രൂപ വെച്ചിട്ട് കിട്ടുമ്പോൾ 10 മാസം കൊണ്ട് പണം മുടക്കിയത് കയ്യിലേക്ക് തിരിച്ചു. അതാണ് ഒരു കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് തിരിച്ചു കിട്ടും. അതായത് പണം മുടക്കുന്നതിന്റെ പൈസ ഫുള്ള് ഒരു കൊല്ലം കൊണ്ട് തിരിച്ചു കിട്ടും. പ്ലസ് ആ സ്ഥലം എല്ലാ കാലത്തും അവരുടേതാണ്, അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ഈ ചന്ദനമരം അടക്കം പ്ലാന്റ് ചെയ്ത സ്ഥലം അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പണം വാങ്ങുന്നത്. കറക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും. നമ്മതൊരു മറ്റേ സ്കാമോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ നിങ്ങളോട് പറയാണ്, സാറിനോട് പറയും 1 ലക്ഷം എൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ സാറിന് 5 കൊല്ലം 10 ലക്ഷം തരാമെന്ന് പറയുന്നു. ഒരു കാരണവശാലും എനിക്ക് തരുമെന്ന് ഞാൻ പറയും. കാരണം എന്താ, ഞാൻ ബിസിനസ്സിലേക്ക് വന്നിട്ട് 25 കൊല്ലമായിട്ടുള്ളൂ. നിങ്ങളെ ആരെ വിശ്വസിക്കേണ്ടത്? ഇവിടെ 450 കോടി വർഷമായിട്ട് നിലനിൽക്കുന്ന ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഈ ഭൂമിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഭൂമി തന്നെ ഡോക്യുമെന്റ് തരുന്നുണ്ട്. എനിക്കല്ല നിങ്ങൾ പൈസ. താങ്കളെ സപ്പോർട്ട് ചെയ്തതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. ആദ്യം ഒരു തട്ടിപ്പായിട്ടാണ് എനിക്ക് ആട് തേക്ക് മാഞ്ചിയം പോലെ ഒരു തട്ടിപ്പാണ് എന്നുള്ള രൂപത്തിലാണ് ഞാൻ താങ്കളെ സമീപിക്കുന്നത്. അത് പഠിച്ചപ്പോഴാണ് താങ്കൾ പ്രധാനമായി ചെയ്യുന്നത് സുതാര്യമാകാൻ വേണ്ടി ആ സ്ഥലവും ചന്ദനമരവും അടങ്ങുന്ന സ്ഥലം പ്ലാന്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത സ്ഥലം താങ്കൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. കറക്റ്റ് തന്നെയാണ്. അതാണ് ഇതിന്റെ പോസിറ്റീവ് വശം. കാരണം പണം മുടക്കുന്നവർക്ക് ഇതിനകത്ത് പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ അവർക്ക് ഇപ്പോൾ പുതിയൊരു ഇതും കൂടെ വരുമാനം കൂടെ കോട്ടേജ് വഴി ഒരു മാസത്തിൽ മിനിമം താങ്കൾ പറയുന്ന 1 ലക്ഷം ആയിരിക്കാം, 12 മാസം 12 ലക്ഷം, അതല്ലെങ്കിൽ ഒരു മാസം 60 ലക്ഷം വരെ കിട്ടും, 6 ലക്ഷം വരെ കിട്ടും. അപ്പോൾ ഒരു കൊല്ലമാകുമ്പോഴേക്കും അവരെ പൈസയും തിരിച്ചു കിട്ടി, പിന്നെ സ്ഥിരം വരുമാനമായി. അതായത് ചെറിയൊരു പദ്ധതിയല്ല, വലിയൊരു ബൃഹത് പദ്ധതിയാണ് താങ്കൾ കൊണ്ടുവന്നത്. അതിലുള്ള ആളുകൾ കർഷകർ എല്ലാം കൂടെ കർഷകരുടെ കൂട്ടായ്മ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സാറേ, മറ്റു പ്രൊജക്ട് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഉണ്ട്. ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ വിറ്റിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ വിൽക്കാനായിട്ട് ഒരു മാർക്കറ്റിംഗ് ടീമോ അഡ്വർടൈസ്മെന്റ് കമ്പനി ഒന്നും ഞങ്ങൾക്കില്ല. കാരണം എന്താ പറയുക, ഞങ്ങളിത് വിൽക്കുന്നത് ഒരു പ്രത്യേക രീതി കൂടെയാണ്. അതായത് വാങ്ങിയവരെ കൊണ്ട് തന്നെ വിൽപ്പിക്കുകയാണ്. ഇതേവരെ ഇന്ന് ആരും ചെയ്യാത്ത ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വാങ്ങിയവരെ കൊണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്തോളൂ കേട്ടോ. ആ രീതിയിലാണ് ഞങ്ങളിത് കൊണ്ടുപോകുന്നത്. അതായത് വാങ്ങിയുള്ള ആൾക്കാർക്ക് നേരിട്ടുള്ള അറിവിൽ ഇത് സത്യസന്ധമായ ഒരു ബിസിനസ്സാണ്, നാളത്തേക്ക് അവരുടെ ജീവിതം സുരക്ഷിതമാണ്. അതോടൊപ്പം എല്ലാ കാലത്തും ഈ വരുമാനം വന്നുകൊണ്ടിരിക്കും. കാരണം കോട്ടേജ് വഴിയുള്ള വരുമാനവും ചന്ദന കൃഷി വഴി ഉണ്ടാകുന്ന വരുമാനം 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ. നമ്മൾ ആ സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനവും കുടുംബം മൊത്തത്തിലൊരു കോടീശ്വരന്മാരായി പോകുന്നു. അതോടൊപ്പം അവർ സെറ്റിൽ ചെയ്യുന്നു ജീവിതം എന്നുള്ളതാണ് ഞാൻ താങ്കളുടെ പദ്ധതിയിൽ കണ്ടിട്ടുള്ള മേന്മ. തീർച്ചയായിട്ടും. കാരണം താങ്കളെ ആദ്യം പരിചയപ്പെട്ടപ്പോൾ ഇതെന്താണെന്ന് അറിയാനും എന്തെങ്കിലും തട്ടിപ്പുണ്ടോ ഇല്ല എന്നൊക്കെ ഞങ്ങളൊരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ നടത്തുമ്പോൾ താങ്കൾ ചെയ്യുന്ന ഈ പദ്ധതി അത്ഭുതകരമായൊരു പദ്ധതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനൊരു മുഖസ്തുതിക്കോ അല്ല വേറൊന്നിനോ പറയുന്നില്ല, അതിന് ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ കേരളത്തിൽ ആരും
ഇവിടെ നിന്ന് ഡെവലപ്പ് ചെയ്തതായിട്ട് എനിക്ക് അറിവില്ല. ഇപ്പം യൂസഫ് അലി ആണെങ്കിൽ അദ്ദേഹം വിദേശത്ത് പോയി ഡെവലപ്പ് ചെയ്ത ഒരാളാണ്. ശരി, ദുബായിൽ നിന്നുള്ള സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അദ്ദേഹം അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്. രവി പിള്ള ആണെങ്കിൽ വിദേശത്ത് പോയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എൻ്റെ അറിവും വിവരം വെച്ച് നോക്കുമ്പോൾ അവരെയൊക്കെ കടത്തി കെട്ടാവുന്ന രൂപത്തിൽ താങ്കളുടെ വളർച്ച വല്ലാത്തൊരു വളർച്ചയെ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കൾക്ക് ഈ അവാർഡ് കിട്ടിയത് ഞാൻ കണക്കൂട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടോ ഈ ബിസിനസ്സിന്? സാറിപ്പോൾ പ്രതിസന്ധി എന്ന് വെച്ചാൽ ഇപ്പം എന്നെ മുന്നിലേക്ക് സാറ് തന്നെ ആദ്യം എന്നെ കണ്ടതൊരു അല്ലേ സ്വാഭാവികമാണ് ഒരു തട്ടിപ്പുകാരനായിട്ടാണ്. അങ്ങനെ തന്നെയാണ് സാറേ, ഇത് ആണോ എന്ന് പരിശോധനയാണ്. അതെ, അത് ആദ്യം ഒരുപാട് ഫേസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. കാരണം എന്ന് വെച്ചാൽ പറയുന്നവർ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കണ്ണുകളോട് കൂടിയാണ് കണ്ടത്. ഏറ്റവും ലാസ്റ്റ് ഏതോ പത്രത്തിലൊക്കെ ന്യൂസും വന്നു. പക്ഷേ എൻ്റെ ഡെഡിക്കേഷന് അല്ലെങ്കിൽ ഞാൻ അത്രയും ഡീപ്പായിട്ട് പ്രൊജക്റ്റിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ സമ്മാനമാണ് കഴിഞ്ഞ ദിവസം കിട്ടിയ അവാർഡ്. കാരണം ഇവിടെ ഇന്ത്യ അംഗീകരിക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ ഒരു ലോകത്തിൻ്റെ നെറുകയിൽ ഒരു കിരീടം വെച്ച് തന്നൊരു ഫീലാണ് എനിക്ക്. അല്ല, താങ്കൾക്ക് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. കാരണം ഈ പറഞ്ഞ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ്. താങ്കൾ സെൻട്രൽ ഗവൺമെന്റ് ഒരു അവാർഡ് താങ്കൾക്ക് തരുന്നു. അതെ, അതും യൂസഫ് അലിയെ പോലെയുള്ള നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി ബിസിനസ്സുകാരനാണ് അദ്ദേഹം. അത് മന്ത്രി നേരിട്ട് വന്ന് അവാർഡ് തരുന്നു. അത് തീർച്ചയായും താങ്കളുടെ തലയിൽ വന്ന പൊൻകിരീടം തന്നെയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും സാർ. ഇപ്പൊ ഞാൻ നല്ലതാണ് ഞാനല്ല പറയേണ്ടത് അല്ലേ, ഇത് ഇവിടുത്തെ അതോറിറ്റിയാണ് പറയേണ്ടത്. അപ്പൊ അതിന് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരം തന്നെയാണ് ഈ ഒരു അവാർഡ് എന്ന് വെച്ചാൽ. ഞാൻ താങ്കൾ ആദ്യം ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആദ്യം ചോദ്യങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇന്നിപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ മടിക്കുന്നതിന് കാരണം താങ്കളുടെ പദ്ധതി കൃത്യമായി പോകുന്നു എന്നുള്ള എൻ്റെ അറിവാണ്. ഞാനൊരു തട്ടിപ്പുകാരനെ ഒരിക്കലും അംഗീകരിക്കില്ല. എത്ര കോടികൾ ഇതായാലും നമ്മൾ അതിനൊന്നും അംഗീകരിക്കില്ല. ഫൈറ്റ് ചെയ്തുള്ള ചരിത്രം എല്ലാവർക്കും അറിയാം. ഇപ്പൊ താങ്കൾ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. ഈ 28,000 പേര് എന്ന് പറയുന്ന ലെവലെത്താൻ എത്ര കാലെടുക്കും ശരിക്കും? ഇപ്പോൾ എത്ര നമുക്ക് സജ്ജമായി നിൽക്കുന്നുണ്ട് പ്ലാൻ? ഇപ്പോൾ ഓൾറെഡി 120 ഏക്കറിലാണ് പ്രൊജക്ട് റൺ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 26 ഏക്കറിൽ കോട്ടേജിൽ ഈ 2 പ്രൊജക്ട് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഡെയിലി എന്ന് പോണ സ്ഥലങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു സ്ഥലത്ത് ഡെവലപ്മെന്റ്സ് നടക്കുന്നു, ഒരു സ്ഥലത്ത് പ്ലാന്റേഷൻ നടക്കുന്നു, ഒരു സ്ഥലത്ത് വിൽപ്പന നടക്കുന്നു, കൺസ്ട്രക്ഷൻ നടക്കുന്നു. ഇങ്ങനെ വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ഒരു 5 വർഷം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയി ഇത് സ്വസ്ഥമാകുമെന്നാണ്. പിന്നെ ഇതിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അല്ല, നമ്മളിപ്പോ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ സ്ഥലം പ്ലാന്റേഷൻ നടത്തുക മാത്രമല്ലല്ലോ, 15 വർഷത്തേക്ക് നമ്മൾ അതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കുന്നില്ലേ? ചന്ദനമരം കൃത്യമായിട്ട് വളർന്ന് അതിന്റെ ഘട്ടം തായി അവർക്ക് പ്ലാന്റേഷൻ ഈൽഡിങ് എടുക്കാവുന്ന രൂപത്തിൽ ആകുന്നവരെ അതിന്റെ പിന്നാലെ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനം കൂടിയല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും 15 കൊല്ലം ശരിക്കും ഉറക്കില്ല. അതായത് വാങ്ങുന്ന ആൾക്കാർ എവിടെയെങ്കിലും വിദേശത്തായിരിക്കും. അവർക്ക് അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ വഴി അവരെ ചെടികൾ പരിപാലിക്കുന്നതും വളർന്നതും അതിന്റെ സുരക്ഷിതത്വം കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി തന്നെയാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ സാർ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ അവാർഡ് പ്രോഗ്രാമിൽ വെച്ചിട്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കുറച്ച് പേരെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഏകദേശം ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു 180ഓളം പേരുണ്ട്. അവർക്ക് പ്രൊജക്റ്റ് വേണം, എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് ചെല്ലാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ അവരൊക്കെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം ഇതിൻ്റെ സുതാര്യതയാണ്. അതായത് അവരൊറ്റ പ്രാവശ്യം സ്ഥലം വന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇനി പറ്റില്ലെങ്കിൽ ഓൺലൈനിൽ കാണിച്ചു കൊടുക്കുന്നു. ഇനി വന്നു അവർക്ക് പ്രോപ്പർട്ടി ഇപ്പോൾ വിദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു പവറുടെ ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരെ ക്യാപിറ്റൽ അമൗണ്ട് സേഫായി. പിന്നെ ഇവർക്ക് ഇവിടെ ഫോണിലേക്ക് നമ്മൾ CCTV ക്യാമറ ആക്സസ് കൊടുക്കണം. ഇതിലൂടെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഭൂമി കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു ടെൻഷൻ, എൻ്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ പോയി? ഒരുപാട് സ്കാമുകൾ വരുന്നുണ്ട്, ഇത് എവിടെ പോയി എന്നറിയില്ല. ഇവിടുത്തെ ഗുണം എന്താ? നമുക്ക് ലൈവായിട്ട് 24x7 എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി നമുക്ക് കാണാം. ഇപ്പോൾ കോട്ടേജ് ആണെങ്കിൽ അവിടെ ആൾക്കാർ വന്നിട്ടുണ്ടാ, ഇന്ന് എത്ര പേര് വന്ന് കാണാനേ, അല്ലെങ്കിൽ 5 സെന്റ് ഭൂമിയാണ്, ചന്ദനമരം എത്രയായി, ഇത് നമുക്ക്
കണ്ടിട്ട് ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പിന്നെ മാത്രമല്ല ചന്ദനമരം നടുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തി നേടാം എന്നുള്ള ഒരു കൃത്യമായിട്ട് സയന്റിഫിക് ആയിട്ടുള്ള അറിവുകൾ പുറത്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എത്ര പണ്ട് കേട്ടിട്ടുണ്ടാവും, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോ, മോഹൻലാലിന്റെ ഒരു ഫിലിമാണ്. ഞങ്ങൾക്ക് എപ്പോഴും നമ്മൾ പുതിയ ആശയങ്ങളാണല്ലോ ഇവിടെ എപ്പോഴും സമൂഹത്തിന് വേണ്ടത്. അപ്പം ഞങ്ങളോട് അവതരിപ്പിക്കുന്ന ആശയം നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ, അതായത് ചന്ദന മരങ്ങളുടെ ഇടയിൽ 90 കോട്ടേജസ്. അപ്പം ഇതിന് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ് ചന്ദനം. അപ്പം ഇതിൽ നിന്നുള്ള ഇതിവിടെ താമസിക്കുമ്പോൾ ഓക്സിജൻ കണ്ടന്റ് കൂടി ഒരുപാട് ആളുകൾക്ക് ഇത് വരുമ്പോൾ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ തടയാൻ വരെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. സയന്റിഫിക് ആയിട്ടുള്ള മാത്രമല്ല ഇവിടെ നിങ്ങൾ അരോമ തെറാപ്പി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് സ്പ്രേയും മറ്റുള്ളവർക്ക് പിന്നിൽ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് താമസിക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ 25 കൊല്ലത്തുള്ള എക്സ്പീരിയൻസ് അതാണ്. കാരണം ഞങ്ങളുടെ ജോലി അതായിരുന്നല്ലോ, ആളുകൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുക, അവർക്ക് താമസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതന്നെ ഞങ്ങൾ വീണ്ടും സാറിന് അറിയാലോ 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളിവിടെ. അതായത് താങ്കൾ ചന്ദനമരം നടാൻ പോയപ്പോൾ താങ്കളുടെ മനസ്സിൽ താങ്കൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമുണ്ട്, ഹോട്ടൽ ബിസിനസ്. ആ ഹോട്ടൽ ബിസിനസ്സിൽ ഇപ്പോൾ ഇവിടെ ജൈവ കൃഷിയിലൂടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഭക്ഷണം കൂടി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സുഖകരമായ താമസ സൗകര്യം ഒരുക്കുന്നു. വിദേശികളെ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ചെന്നൈയിലെ കേരളത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതിയുള്ള അതേപോലെ കാലാവസ്ഥയുള്ള സ്ഥലമാണ് വയനാട്. നമുക്ക് പ്രകൃതി ദുരന്തം ഉണ്ടായെങ്കിലും അതിനെയൊക്കെ മറികടക്കുന്ന വലിയ ഒരു സംഭവമാണ് പുൽപ്പള്ളിയിൽ അരങ്ങേറുന്നത്. ഇത് കുറച്ചു കാലം കൊണ്ട് എന്തായിത്തീരും ഇന്ത്യയിലും വിദേശത്തടക്കമുള്ള മാപ്പിൽ? ഓക്കെ, സാറിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ച മറ്റൊന്നും അറിയാട്ടോ. 2014 2000 പേർക്ക് ഓണത്തിൻ്റെ അന്ന് ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി ഉപയോഗിച്ചുകൊണ്ട് 2000 പേർക്ക് മാരിറ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒരു ടെൻ്റൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങളുടെ പള്ളിയിൽ 2000 പേർക്ക് സദ്യ കൊടുത്തിട്ടുണ്ട്. കാരണം ജൈവ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ കാറ്ററിംഗ് കമ്പനിയുടെ അതിൽ കൂടെയാണ് ഞങ്ങളിത് കൊണ്ടുവന്നത്. അന്നേ മുതലുണ്ട് എങ്ങനെ കൃഷി ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പം ഇതും ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 28,000 പ്ലോട്ടുകളിൽ ഇവിടെ ജൈവ കൃഷി രീതിയിലൂടെയാണ് ചന്ദനം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്യാപ്പിലെല്ലാം ജൈവ പച്ചക്കറികൾ കൂടെ ചെയ്യാനുള്ള ഒരു വലിയ ലക്ഷ്യം കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് കേരളത്തിന് പൂർണ്ണമായിട്ട് മറ്റുള്ള വിഷലിപ്തമായ പച്ചക്കറികളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും. അത് 28,000 പ്ലോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായ പച്ചക്കറികൾ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ പറ്റും എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായും. കറക്റ്റ് തന്നെയാണല്ലോ? തീർച്ചയായും. അപ്പോൾ ഇതൊരു അത്ഭുതകരമായ ഒരു പദ്ധതിയാണ്, പ്രകൃതിയുമായി ചേർന്നുകൊണ്ട് അതോടൊപ്പം തന്നെ സുരക്ഷിതമായ പദ്ധതി, ഇതിൻ്റെ സുതാര്യമായ പദ്ധതി. ഒരാൾ പണം മുടക്കി കഴിഞ്ഞാൽ അവർക്ക് സുരക്ഷിതമാണ് കാര്യം, അതോടൊപ്പം കാലാകാലമായി കുടുംബത്തിൻ്റെ ഒരു അസറ്റായിട്ട് മാറുന്നു എന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ സാറേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് ഇത് പറയുമ്പോൾ അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. കാരണം അത് വേറെ ഒന്നുമല്ല, ചെറുപ്പത്തിലെ മുതൽ ആളുകൾ അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. ഈ അധ്വാനിച്ച് ജീവിച്ചിട്ട് എന്താവാനാ? ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റുമല്ലോ നമുക്ക്, അല്ലേ? കഷ്ടപ്പെട്ട് പണിയെടുത്താൽ ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പണിയെടുക്കണം. ആ പണിയെടുത്ത പൈസ ചെയ്ത് ഇപ്പോൾ ഒറ്റ ചോദ്യമുള്ളൂ. സാർ ഒരുപാട് നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട്. സാർ ഉണ്ടാക്കിയ പൈസയൊക്കെ സാറിൻ്റെ കയ്യിലുണ്ടോ? എവിടെ പോയി? ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയെ സ്വന്തമാക്കാൻ നമുക്കറിയില്ല. കേരളക്കാരനറിയില്ല, ഇന്ത്യക്കാർക്കറിയില്ല, ഇത് വിദേശീയർക്കറിയില്ല. നമ്മളുണ്ടാക്കിയ പൈസന് എന്താ നമ്മളുണ്ടാക്കിയ സ്വന്തമാക്കാൻ നമുക്കറിയില്ല. അത് സ്വന്തമാക്കണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്താലേ നമ്മുടെ പൈസ ആവുന്നുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യാത്തടത്തോളം കാലം അത് നമ്മുടെ പൈസയില്ല, ചിലവാക്കാനുള്ളതാ, മറ്റാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് പറഞ്ഞിട്ടാണ് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിൽ ഞങ്ങൾ കണ്ടെത്തിയ മറ്റൊരു കാര്യം കൂടെ, ഇവിടെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിയെ 25 വയസ്സ് വരെ നമ്മൾ ഇപ്പോൾ സാറിന് എടുക്കാം. സാറിന് 25 വയസ്സിൽ ആരാ പരിപാലിച്ചത് അല്ലെങ്കിൽ നോക്കി വളർത്തിയത്? സാറിൻ്റെ പേരൻസാണ്. 25 വയസ്സ് തുടങ്ങിയിട്ട് 60 വയസ്സ് വരെ 35 കൊല്ലം സാറിന് ആര് നോക്കി? നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മളെ തന്നെ നോക്കണം. പുതിയ റിപ്പോർട്ട് പ്രകാരം ഒരു മനുഷ്യൻ മരണപ്പെടാൻ വേണ്ടി പോണത്
95-100 വയസ്സില പുതിയ കണക്കനുസരിച്ച്. കാരണം സയൻസിന്റെ പുരോഗതിയാണ്. അപ്പൊ ഈ 60 വയസ്സ് മുതൽ 95 വയസ്സുള്ള 35 കൊല്ലം കൂടി ഉണ്ട്. സാറിന് ആരും നോക്കും? ഈ ചോദ്യത്തിന് മിക്കൾക്ക് ആൻസർ ഇല്ല. അതിനുള്ള മറുപടിയാണ് നമ്മുടെ പ്രൊജക്ട്. അതായത് ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് അധ്വാനിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം, ആരോഗ്യമില്ലാത്തപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരുമാനവും സുരക്ഷിതത്വം നൽകുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്, ബൃഹത് പദ്ധതിയാണ് താങ്കൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ആദ്യം സംശയിച്ചു, പിന്നെ അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു. ഇത് പിന്നീട് ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് തന്നെ താങ്കൾക്ക് അതിനുള്ള ഫണ്ട് കൂടി തരാൻ പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ അവാർഡും തന്ന് ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു അത്ഭുത മനുഷ്യനാണ്. കാരണം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് തന്നെ, അല്ലെങ്കിൽ 10-28,000 പേർക്ക് അവരെ ജീവിതം സുരക്ഷിതമാക്കുന്ന ഒരു പദ്ധതി കൊണ്ടുവന്ന അസാധാരണ ചിന്തകളും അസാധാരണ ഭാവനകളും, അത് സ്വപ്നതുല്യമായ ഭാവനകളെ യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു അത്ഭുത മനുഷ്യൻ. ഇത് പ്രാക്ടിക്കലായി കൊണ്ടുവരിക എന്ന് പറയുന്നത് സാധാരണ ഒരു പണിയൊന്നും, ചെറിയ കാര്യമൊന്നുമല്ല. സ്വപ്നങ്ങൾ കാണാം, അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ കാണാം, പക്ഷെ യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാക്ടിക്കാലിറ്റി വേണം. സാറേ, മറ്റൊരു കാര്യം കൂടെ, ഇതൊരു പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഇത് നല്ലതായ ഗുഡ് ഐഡിയയാണ്, മോശമായ ബാഡ് ഐഡിയ അല്ലേ? നല്ലതാണെങ്കിൽ ഗുഡ്, മോശമാണെങ്കിൽ ബാഡ് ആണെങ്കിൽ എന്നെ എത്ര പേര് ക്രൂശിക്കാനുണ്ടോ? ഇത് ഗുഡ് പറയാൻ വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട ഒരുപാട് യാതനകൾ കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായി? അംഗീകരിച്ചപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലേ? കാരണം സ്വപ്നം കാണാൻ എളുപ്പമാണ്. പലർക്കും ഇപ്പം യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ തന്നെ അടിയിൽ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, നല്ല സുഖമാണ്, പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ഇല്ലല്ലോ. പക്ഷേ ചെയ്യാനാ പണി അല്ലേ? എഫേർട്ട് എടുത്ത് ചെയ്തു നോക്കണം. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഇവരെടുത്തുള്ളൂ. അതായത് നമുക്കിവിടെ 2 തരത്തിൽ ഈ പ്രൊജക്റ്റ് നോക്കിക്കാണാം. ഒന്ന്, നമുക്ക് ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കാം. എങ്ങനെ? അതായത് നിങ്ങൾക്ക് 5 സെൻറ്റ് ഭൂമി വാങ്ങാനായിട്ട് പൈസ മുടക്കി എഫേർട്ട് എടുത്ത് വാങ്ങാം. അതിന് പൈസ ഇല്ലാത്തവർ എഫേർട്ട് എടുത്ത് വാങ്ങാം. 2, റിഗ്രറ്റ് ചെയ്യും. 2 തരത്തിൽ നോക്കിക്കാണാം. അപ്പോൾ സാറ് എഫേർട്ട് എടുക്കുന്നില്ല, ഓക്കെ, ഇത് വാങ്ങാൻ വേണ്ടി എഫേർട്ട് എടുക്കണം, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഈ എഫേർട്ടിനായാലും റിഗ്രറ്റിനായാലും 2-ന് സാറ് വില കൊടുക്കണം. കാരണം എന്താ? ഈ എഫേർട്ട് 12 ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാറ് എഫേർട്ട് എടുത്താലേ 12 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിന് എഫേർട്ട് ഉണ്ട്, വലിയ വില അതിന് കൊടുക്കണം. അതേസമയം സാറ് വില കൊടുക്കുന്നില്ല, റിഗ്രറ്റ് ചെയ്തു. പക്ഷേ 15 കൊല്ലം കഴിഞ്ഞാൽ സാറിന് കിട്ടാൻ പോകുന്ന 5 കോടി രൂപ കിട്ടാതെ വരുമ്പോൾ ആ സമയത്ത് ഈ പണം ഇല്ലാത്തതിൻ്റെ പേരിൽ സാർ അനുഭവിക്കാൻ പോകുന്ന യാതനകൾക്കും അപ്പോഴൊരു വില കൊടുക്കേണ്ടി വരും. അപ്പം എൻ്റെ ചോദ്യം, ഇപ്പം വില കൊടുക്കണോ അപ്പം വില കൊടുക്കണോ? ഇത്രയുള്ള ചോദ്യം. ഇപ്പം എഫേർട്ട് ഇടണോ ഇപ്പം റിഗ്രറ്റ് ചെയ്യണം? അതായത് പല ആളുകളുടെയും പ്രശ്നം എന്താ വെച്ചാൽ, പല പദ്ധതികളിലും പൈസ കൊണ്ട് കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ വീണ് കിടക്കുന്ന ആൾക്കാരാണ് പലരും. അതുകൊണ്ടാണ് ഞാനടക്കം ഇത്തരം കാര്യങ്ങളെ ആദ്യം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിൽ നിന്ന് മനസ്സിലായി താങ്കളുടെ പദ്ധതി സത്യസന്ധമായ പദ്ധതിയാണ്, ജനങ്ങൾക്ക് സ്വീകരിക്കാം, ഇതിൽ തട്ടിപ്പുകളൊന്നുമില്ല, മാത്രമല്ല അവരും കൂടെ പങ്കാളിയായിക്കൊണ്ടുള്ള ഒരു സുതാര്യമായ പദ്ധതിയാണിത് എന്ന് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതുകൊണ്ട് ജനങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, പക്ഷെ നമുക്ക് പൂർണ്ണമായി ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേറെ 2 സംശയങ്ങളാണ് ഈ ചന്ദന കൃഷിയുമായി ജനങ്ങൾക്ക് വരിക. ഒന്ന്, ചന്ദനമരം നട്ടു വളർത്താൻ അധികാരമുണ്ടോ? സിമ്പിളായിട്ട് മറുപടി പറഞ്ഞാൽ ഉണ്ട്. എനിക്കറിയാം, എന്നാലും ജനങ്ങൾക്ക് വേണ്ടി മറുപടി പറയാം. ചന്ദനമരം നട്ടു വളർത്താം, പരിപാലിക്കാം, ഒറ്റ പ്രശ്നങ്ങൾ മുറിക്കരുത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇതിനു വേണ്ടിയിട്ട് വലിയ പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ്. കേരള ഗവൺമെന്റും ഇതിനു വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും. അതായത് നമുക്കിവിടെ വലിയ സപ്പോർട്ടാണ് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ നൽകി വരുന്നത്. കാരണം ഇത് നട്ടു വളർത്താം, ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് മുറിക്കരുത്. മുറിക്കാൻ സമയമാകുമ്പോൾ ഫോറസ്റ്റിനെ അറിയിക്കാം, ഫോറസ്റ്റ് തഹസിൽദാർ അറിയിക്കും, തഹസിൽദാർ വരുന്നു, അവർ വന്ന് മുറിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ആരുടെ ഭൂമിയിലാണോ ഈ ചന്ദനം മരം ഉണ്ടായിരുന്നത് അവർ ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റായിട്ട് ചെല്ലുമ്പോൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രഷറിയിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഇതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ്. ഇപ്പോഴത്തെ ലീഗലി ഉള്ള കാര്യം, അതായത് ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ചന്ദനം നട്ടു വളർത്താം, അത് ഗവൺമെന്റ് അംഗീകാരമുണ്ട്.
പക്ഷെ വാങ്ങുന്നത് ഗവൺമെന്റ് ആണ്. ഇതാണ് ഇപ്പോഴത്തെ നിയമം. അത് നാളേക്ക് മാറാം തീർച്ചയായും. കാരണം ഇത് 28,000 കോടീശ്വരന്മാരെ സൃഷ്ടി 28,000 പ്ലോട്ടുകളിൽ 28,000 × 20 തൈകൾ വരുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ചന്ദനമടക്കമുള്ള 5,60,000 മരങ്ങളാണ്. അതെ, അത്രയും വരുമ്പോൾ അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മാറാം തീർച്ചയായും. എന്തായാലും താങ്കൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരെയാണ്. അതോടൊപ്പം സാറേ ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. ഇപ്പോൾ ചെയ്ത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പക്ഷേ കോട്ടേജ് ഇൻട്രസ്റ്റഡ് ആണ്. കാരണം പെട്ടെന്ന് അതിൻ്റെ റെന്റ് കിട്ടി തുടങ്ങും. അപ്പോൾ ചില ആളുകൾ തോന്നുന്നു 60 ലക്ഷം രൂപ കയ്യിൽ വേണ്ടത്. അവിടെ ഞങ്ങൾ പുതിയൊരു കാര്യം കൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ സാറിന് 60 ലക്ഷം മുടക്കം ചിലപ്പോൾ പറ്റിയെന്ന് വരും. ഈ കോട്ടേജിന്റെ ദൃശ്യങ്ങളൊന്നും കാണിച്ചേക്കാം. ഇതാണ് മണ്ണ് കൊണ്ടുള്ള കോട്ടേജ്. മണ്ണ് കൊണ്ടുള്ള കോട്ടേജ്. അതിന് പുറത്ത് ചെടികളാണുള്ളത്. പിന്നെ അതിൽ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഒരു ബെഡ്റൂം, ചെറിയൊരു ഹാള്, ചെറിയ കിച്ചൺ, അങ്ങനെ കോമൺ അമ്യൂണിറ്റീസ് 1 ഏക്കറിലുണ്ട്. എല്ലാം കൂടിയിട്ടാണ് പ്രൈസ് 60 ലക്ഷം രൂപ വരുന്നത്. ഇപ്പൊ സാറിന് സ്വന്തമായിട്ട് ഒരു പക്ഷേ പെട്ടെന്ന് 60 ലക്ഷം രൂപ മുടക്കാൻ സാറിന്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ അതിനും ഒരു ഓപ്ഷൻ തരാണ്. സാറിന് വേണമെങ്കിൽ 60 ആളെ കൂട്ടുപിടിക്കാം. 60 പേര് ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് ഒരുമിച്ച് ഈ എമൗണ്ട് ഞങ്ങൾക്ക് തന്നിട്ട് 60 ആളെ പേരിലും ആധാരം രജിസ്റ്റർ ചെയ്തു. ഓക്കെ, 60 ആൾക്കും സെയിം പവറോടെ കിട്ടണം കോട്ടേജിന്റെ കാര്യം. അപ്പൊ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മാസം 6 ലക്ഷം രൂപ വാടക കിട്ടുമ്പോൾ 10,000 രൂപ സാറിന് കിട്ടും.
1 ലക്ഷം രൂപ 1 ലക്ഷം മുടക്കുന്ന ആൾക്ക് 10,000 രൂപ പെർ മന്ത് കിട്ടിക്കൊണ്ടിരിക്കും. പെർ മന്ത്. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ എന്ന് പറഞ്ഞാൽ 10 മാസം കൊണ്ട് സാറ് മുടക്കിയ പൈസ കിട്ടി. 30 ദിവസം വാടകയ്ക്ക് പോയാലേ കിട്ടുള്ളൂ കേട്ടോ. ഇനി 30 ദിവസം റെന്റിന് പോയില്ല, 5 ദിവസം പോയുള്ളൂ. അപ്പോൾ ഏകദേശം 2,000 രൂപ താഴെ പെർ മന്ത് നമുക്ക് 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും അതിന് റെന്റ് കിട്ടുകയും ചെയ്യും. പ്ലസ് നമ്മുടെ പേരിലായിരിക്കും ചെയ്യും, നമ്മുടെ പേരിലാവുകയും ചെയ്യും. 15 കൊല്ലം കഴിയുമ്പോൾ ചന്ദനമരത്തിൽ നിന്നുള്ള ആ ഒരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് വേറെ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല സാറേ, ക്യാപിറ്റൽ എമൗണ്ട് സേഫാ. അല്ല, കോട്ടേജും ഈ ചന്ദനമരം അടക്കമാണോ 60 ലക്ഷം? യെസ്, രണ്ടും എല്ലാം അടക്കം. എല്ലാം അടക്കമാണ്. അത് സംശയം വരാവുന്നതാണ്. കാരണം 12 ലക്ഷം മുടക്കി അല്ലെ 16 ലക്ഷം മുടക്കി ചന്ദനമരം അടങ്ങുന്ന 5 സെന്റ് വാങ്ങുന്നു. അത് അങ്ങനെയല്ല, ഈ കോട്ടേജ് അടക്കുമ്പോൾ 60 ലക്ഷം മൊത്തമാണ്. ഒരു എക്സാമ്പിൾ പറയാം. സാറ് കോട്ടേജ് വാങ്ങി 60 ലക്ഷം രൂപ. ഒരു 6 മന്ത് നമ്മൾ കഴിഞ്ഞ പണിയൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ റെന്റ് കിട്ടി തുടങ്ങും. ഏറ്റവും കുറഞ്ഞ 5 ദിവസം പോയാൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ വാടക. 15 കൊല്ലത്തേക്ക് നിയറസ്റ്റ് 1,80,00,000 രൂപ വാടക എത്തി കിട്ടും. പ്ലസ് ഈ 16 ചന്ദനമരങ്ങൾ എല്ലാം കൂടെ കിട്ടുന്ന റവന്യൂ 5.25 കോടി രൂപയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അവിടെ എന്തുണ്ട്? കോട്ടേജ് അവിടെ ഉണ്ട്, 5 സെന്റ് ഭൂമി അവിടെ ഉണ്ട്, വീണ്ടും ചന്ദനം റീപ്ലാന്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് 5 ദിവസത്തെ കണക്കാണ്. ഈ ഇതിനെക്കുറിച്ച് സംശയമുണ്ടായാൽ പലർക്കും ഇത് കേട്ടിട്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് തലയിൽ കയറില്ല. ഇതിനെക്കുറിച്ച് അറിയാൻ ഏത് നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്? ഇവിടെ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അതിലേക്ക് വെബ്സൈറ്റും ഉണ്ട്. ഇതോടൊപ്പമുള്ള വെബ്സൈറ്റിലും ഫോൺ നമ്പറിലും ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഏത് സംശയവും ഉണ്ട് തീർക്കാം. അതോടൊപ്പം നിങ്ങൾ സംശയം തീർക്കുന്നതിന് വേണ്ടി ഈ സ്ഥലം നേരിട്ടൊന്ന് സന്ദർശിക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ സന്ദർശിക്കുന്നതിനൊക്കെ നമുക്ക് സുതാര്യമാണ്. തീർച്ചയായിട്ടും. ഞങ്ങൾ എപ്പോഴും പറയുന്നത് സാർ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്. നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യണത്, നാളെ വന്നിട്ട് കണ്ടില്ല എന്ന് പറയരുത്. അതിനും ഞങ്ങൾ വാഹന സൗകര്യം ചെയ്യുന്നുണ്ട്. അവിടെ വരുന്നു, കാണുന്നു, ഇഷ്ടപ്പെടുന്നു, കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിയാൽ മതി. അല്ലാതെ ഒരു കാരണവശാലും ഒരു പ്രലോഭനങ്ങൾക്ക് നിങ്ങൾ വിധേയമാകരുത്. ഒരിക്കലും മറ്റു തട്ടിപ്പുകൾ ചെന്ന് പോവാതിരിക്കുക. അതായത് നമ്മൾ മിന്നുന്ന ഒന്നും പൊന്നല്ല എന്ന് മനസ്സിലാക്കുക. പല ഓൺലൈൻ തട്ടിപ്പുകളിലും കോടികൾ തട്ടിപ്പിനിരയായ ആളുകളുടെ കഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ധാരാളം തട്ടിപ്പുകൾ. എന്നാൽ സത്യസന്ധമായ സുതാര്യമായ ഒരു പദ്ധതി ജീവിതകാലം മുഴുവൻ മാത്രമല്ല, കുടുംബത്തിന് പാരമ്പര്യമായിട്ട് നിലനിർത്താവുന്ന ഒരു പദ്ധതി, അതിലൂടെ വരുമാനം സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു അത്ഭുതകരമായ പദ്ധതി, ഇതൊരു ബൃഹത് പദ്ധതിയാണ്. ഈ ബൃഹത് പദ്ധതി കൊണ്ടുവന്ന നിഷാദ് അബൂബക്കർ എന്ന അത്ഭുത മനുഷ്യനെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ബന്ധപ്പെടുക, ബുക്ക് ചെയ്യുക, നേരിട്ട് പോവുക, ബോധ്യപ്പെട്ട ശേഷം ഇതിൽ പണം ചെലവാക്കുക എന്നാണ് ക്രൈമിന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.